13 അതിന്റെ 7-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് വായിക്കുന്നു. 7-ാമത്തെ വാക്യം, നിങ്ങൾ ഒരു ദോഷവും ചെയ്യാതിരിക്കേണ്ടത് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കൊള്ളാവുന്നവരായി തോന്നേണ്ടതിനല്ല, ഞങ്ങൾ കൊള്ളരുതാത്തവർ എന്ന പോലെ ഇരുന്നാലും നിങ്ങൾ നന്മ ചെയ്യേണ്ടതിനത്രേ. ഒന്നാമത്തെ കാര്യം അവിടെ പറയുന്നത്, നിങ്ങൾ ഒരു ദോഷവും ചെയ്യാതിരിക്കേണ്ടതിന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഡു നോട്ട് റോങ് എന്നുള്ളൊരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കൊരിന്ത്യയിലുള്ള വിശ്വാസികളുടെ ബന്ധത്തിൽ പൗലോസ് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ എന്നൊരു പദമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സഹോദരങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്, ഇവർ തിന്മ ചെയ്യരുത് അല്ലെങ്കിൽ ദോഷം ചെയ്യാതെ ഇരിക്കുക. അപ്പോൾ ഞാൻ ചിന്തിച്ച കാര്യം ഇങ്ങനെയാണ്, ഈ കൊരിന്ത് സഭ എന്ന് പറയുന്ന സഭ അത് അത്രയ്ക്ക് മോശപ്പെട്ട ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഭയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാം. എന്നാൽ അതിൽ ദോഷമുള്ള ധാരാളം പ്രവൃത്തികളുണ്ട്. അതുകൊണ്ട് കാരണം നാം ചിന്തിച്ചാൽ ഈ കൊരിന്ത് പട്ടണം തന്നെ അതിന് പ്രധാന ഘടകമാണ്. കൊരിന്ത് സഭ നിൽക്കുന്ന ഈ പട്ടണം എന്ന് പറയുന്നത് വളരെ വാണിജ്യപരമായിട്ടും മറ്റെല്ലാ നിലയിലും ഉയർന്നു നിൽക്കുന്ന ഒരു പട്ടണമാണ്. അപ്പോൾ ആ പട്ടണത്തിൽ ജീവിക്കുന്ന ഒരു സഭയായതുകൊണ്ട് അതിന്റെ എല്ലാ പ്രസരവും ഏതിലേക്ക് വരാൻ സാധ്യതയുണ്ട്? വിശ്വാസികളുടെ മധ്യത്തിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുണ്ട്. ആ പട്ടണത്തിന്റെ സ്വഭാവം അതുപോലെ അവരുടെ ജീവിത ശൈലിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള ആ സ്വഭാവം എവിടേക്ക് കടന്നു വരുവാൻ സാധ്യതയുണ്ട്? ഇവരിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൗലോസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, നിങ്ങൾ ഒരു ദോഷവും ചെയ്യാതെ ഇരിക്കണം എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ തുടക്ക ഭാഗങ്ങൾ വായിക്കുമ്പോൾ വളരെയേറെ മോശപ്പെട്ട അധാർമികത പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെ അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് അവിശ്വാസികളിൽ പോലും നടപ്പില്ലാത്ത പല തെറ്റുകൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് പറയുന്ന കാര്യം നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ അധാർമികമായിട്ട് അധപ്പതിച്ച ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ അത് ചെയ്യുന്നത് വലിയ തെറ്റല്ല എന്ന് തോന്നി പോകുന്ന ഒരു സാഹചര്യം അന്നുമുണ്ട്, ഇന്നും ഉണ്ട്. എന്ന് പറഞ്ഞാൽ നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ അത് പരിചയിച്ചു വരുമ്പോൾ, നമ്മുടെ ജീവിത ശൈലിയുടെ ഭാഗമാകുമ്പോൾ പലപ്പോഴും നാം പറയുന്നതാണ് ഇതൊക്കെ വലിയ കുഴപ്പമില്ലാത്ത കാര്യമാണ്. പക്ഷെ പൗലോസ് പറയുക, അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും നിങ്ങളെ ബാധിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വളരെയേറെ പ്രാർത്ഥിക്കുക. അതിനോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ 2 കൊരിന്ത്യർ ലേഖനത്തിലാണ് കൃത്യമായിട്ട് പൗലോസ് മറ്റൊരു കാര്യം പറയുന്നത്, അവിശ്വാസികളോട് ഇണയില്ലാത്ത കൂടരുത്. അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് പോലെ ഒരു ജോലിയോടുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ചും കേവലം പല ആളുകൾ പറയുന്നത് അത് കല്യാണത്തോടുള്ള ബന്ധത്തിൽ മാത്രം ഒതുക്കി വിടുന്ന സമ്പൂർണ്ണതയുണ്ട്. കല്യാണത്തിൽ അത് വാസ്തവമാണ്. പക്ഷെ അവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത് കൂട്ടുകൂടി ബിസിനസ് ചെയ്യുന്ന വിഷയത്തെ കുറിച്ച് മാത്രം തന്നെ കൃത്യമായിട്ട് തന്നെയാണ് അവർ സംസാരിക്കുന്നത്. ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവർ പറയുന്ന വാക്ക് ഇങ്ങനെയാണല്ലോ, കാളയെയും കഴുതയെയും ഒരുമിച്ച് കൂട്ടരുത്. നമുക്കറിയാം, ആ വാക്യം നമുക്കറിയാം, 22:10. അപ്പോൾ അതിന്റെ അർത്ഥം 2 വ്യത്യസ്ത സ്വഭാവങ്ങളിലുള്ള അശുദ്ധ മൃഗങ്ങൾ ചേർന്ന് ഒന്നിച്ചു പോകുവാനായിട്ടുള്ള അനുവാദം ആരും നൽകുന്നില്ല, ബൈബിൾ നൽകുന്നില്ല. പക്ഷേ വാണിജ്യപരമായിട്ട് മുൻപിൽ നിൽക്കുന്ന, ബിസിനസ്സും മറ്റു സ്വഭാവങ്ങളും ഒക്കെ മുൻപിൽ നിൽക്കുന്ന അങ്ങനെയുള്ള ആളുകൾ സ്വാഭാവികമായിട്ട് ചേർന്ന് പോകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ സാധ്യതയുള്ള ആ പശ്ചാത്തലത്തിൽ നിന്നാണ് അവിടെ പൗലോസ് പറയുന്നത്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഒരുമിച്ച് പോകരുത്. കാരണം എന്താ? അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ നിലവാരം തകർച്ച എവിടേക്ക് വരും? ഇവരുടെ ജീവിതത്തിലേക്ക് ബാധിക്കും. കാരണം ഒരു ബിസിനസ് നടത്തുന്നു, ആ ബിസിനസ് നടത്തുമ്പോൾ എന്താ വ്യത്യാസം? ആ വ്യക്തി എടുക്കുന്ന പല തീരുമാനങ്ങളും അംഗീകരിക്കുക ചെയ്യണം, മറ്റൊരു നിർവാഹവും അവിടെ ഇല്ല. അപ്പോൾ കൃത്യമായി ഈ വിശ്വാസ പ്രമാണത്തെ കൃത്യമായി ഇടപെട്ട് നന്മ പ്രവർത്തിക്കുന്ന ആർക്കും കഴിയുകയില്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് കഴിയുകയില്ല. അപ്പോൾ കൊരിന്ത് എന്ന് പറയുന്ന പട്ടണം അതിൽ തന്നെ പ്രേക്ഷകരമായ മോശകരമായ നിലയിൽ നിൽക്കുന്ന ഒരു പട്ടണമായതുകൊണ്ട് അതിൽ ജീവിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് എന്ത് വരുവാൻ സാധ്യതയുണ്ട്? ദോഷം പ്രവർത്തിക്കുവാൻ സാധ്യതയുണ്ട്. അത് പ്രവർത്തിക്കാതിരിക്കുവാനായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം അങ്ങനെ ശ്രദ്ധിക്കും. രണ്ടാമത്തെ കാര്യമായിട്ട് എന്റെ മനസ്സിൽ വന്നത്, ഇതിന്റെ 1 കൊരിന്ത്യർ ആ ഭാഗത്ത് വരുമ്പോൾ നമുക്കറിയാം, ഞാൻ വാക്യങ്ങൾ വായിക്കാതെ പോകുന്നത് നമുക്ക് അറിയുന്ന വാക്യങ്ങളായതുകൊണ്ട് പറഞ്ഞു പോകും. അവിടെ എങ്ങനെയാണ് പറയുന്നത്? നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പകയും പിണക്കവും ഇരിക്കെ, നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെ ഇരിക്കെ, നിങ്ങൾ ആത്മീകന്മാരല്ല, പിന്നെ ആരാ? ജഡീകന്മാർ എന്ന് പറഞ്ഞാൽ
തന്നിലുള്ള ഈ ജഡത്തിന്റെ സ്വഭാവം എപ്പോഴും അവരെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നാം ഒക്കെ തന്നെ ഈ ജഡപ്രകൃതിയിൽ ജീവിക്കുന്ന ആളുകളാണ്. നമ്മളൊക്കെ ഇന്ന് മാത്രം അല്ലെ, ഇന്ന് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി എത്രമാത്രം തെറ്റായ രീതിയിൽ നാം ചിന്തിച്ചു, പ്രവർത്തിച്ചു, ഇടപെട്ടു എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ ഈ ജഡത്തിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെ നമ്മൾ വെളിപ്പെട്ടു എന്നുള്ളത് അറിയാൻ അത് മാത്രം മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വെക്കുന്ന ഈ ആശയം, ഈ കൊരിന്തിനെ സംബന്ധിച്ചും കൊരിന്തിലുള്ള സഭയെ സംബന്ധിച്ചും അവരും എന്തിനാ ജീവിക്കുന്നത്? ഈ ജഡത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ഈ ജഡപ്രകൃതി അവരെ കീഴ്പ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ ജഡത്തിലിരിക്കുന്നത് കൊണ്ട് ഈ പ്രവർത്തികൾ നിങ്ങളെ കീഴ്പ്പെടുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനിടവരരുത്? ദോഷം പ്രവർത്തിക്കുന്നവരായിട്ട് ജീവിക്കുവാൻ ഇടവരരുത്. യാതൊരു തരത്തിലുള്ള ദോഷപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ട് നിങ്ങൾ അങ്ങനെ തെറ്റായിട്ട് പ്രവർത്തിക്കുവാൻ ഇടവരരുത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് വേഗത്തിൽ പറയുന്നത്. ചുരുക്കമായ നിമിഷങ്ങൾ കൊണ്ട് പറയണമെന്നുള്ള ആഗ്രഹവും എന്റെ മനസ്സിലുണ്ടല്ലോ. അത് മാത്രവുമല്ല, നമുക്കറിയുന്നത് പോലെ ഈ 2 കൊരിന്ത്യർ ലേഖനം എഴുതുമ്പോൾ ഈ കൊരിന്ത് സഭ അഭിമുഖീകരിക്കുന്ന മറ്റൊരു വിഷയമാണ്. അതെന്താ? ഈ പൗലോസിന്റെ അപ്പോസ്തലത്വം ചോദ്യം ചെയ്യുന്ന ദുരുപദേഷ്ടാക്കന്മാരുടെ അത്ഭുതം. അപ്പോൾ വീണ്ടും എന്താ സംഭവിക്കുന്നത്? ഒന്ന്, കൊരിന്തിൽ തന്നെ ജീവിക്കുന്നത് കൊണ്ട് അതിന്റെ അതിപ്രസര മുഖാന്തരം സ്വാധീനിക്കപ്പെട്ട് ദോഷം ചെയ്ത് ലോകൈക പ്രവൃത്തികളിൽ പോകുവാൻ സാധ്യതയുണ്ട്. 2, നാം ഈ ജഡത്തിൽ അല്ലെങ്കിൽ അവർ ആ ജഡത്തിൽ തന്നെ ജീവിക്കുന്നത് കൊണ്ട് ജഡത്തിന്റെ പ്രവൃത്തികൾ അവരെ സ്വാധീനിച്ചിട്ട് എന്തായിത്തീരാം? അവർ ഈ ജഡത്തിന് അനുരൂപമായി ജഡീകന്മാരായി ജീവിക്കുവാൻ തെറ്റിദ്ധരിക്കപ്പെട്ട് ആ നിലയിൽ മുൻപോട്ട് പോകുവാൻ സാധ്യതയുണ്ട്. ആണല്ലോ 1-ാമത്തെ അധ്യായത്തിൽ കൃത്യമായിട്ട് പറയുന്ന 4 വിഭാഗങ്ങളെ കുറിച്ചൊക്കെ അവിടെ പറയുന്നു. ദ്വന്ദ്വപക്ഷമുണ്ട്, ഭിന്നപക്ഷമുണ്ട്, എന്നിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പരിസ്ഥിതി വന്നിട്ട് എന്ത് ചെയ്യരുത്? നിങ്ങൾ ദോഷം പ്രവർത്തിക്കരുത്. അത് മാത്രമല്ല, 3-ാമത്തെ മറ്റൊരു വിഷയമാണ് എന്ത്? ഇവിടെ ദുരുപദേഷ്ടാക്കന്മാർ കടന്നു വരുന്നത് എപ്പോഴും ഉള്ളൊരു വിഷയമാണ്. അന്നും അത് ഉണ്ട്. വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന പൗലോസിനെ, ആ പ്രവൃത്തിയെ അല്ലെങ്കിൽ ദൈവിക പ്രവൃത്തിയെ ഇല്ലായ്മ ചെയ്തിട്ട് പൗലോസ് മുഖാന്തരം ലഭിക്കുന്ന ലേഖനങ്ങളെയും ഉപദേശങ്ങളെയും തിരസ്കരിച്ച് അവരെ തള്ളിക്കളയുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം അവിടെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്? ദൈവാത്മാവിൽ പ്രവർത്തിക്കുവാൻ കഴിയാതെ അതിന് വിരുദ്ധമായ നിലയിൽ സഞ്ചരിക്കുന്ന ഒരു നിലയിലേക്ക്, മറ്റു വാക്കിൽ എന്ത് പറയാം? ദോഷം പ്രവർത്തിക്കുവാൻ ഇടവരും. അപ്പോൾ ഞങ്ങൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദോഷം ചെയ്യുവാൻ ഇടവരരുത്. ഞാൻ പറയട്ടെ, ഇന്നും നമ്മുടെ മധ്യത്തിൽ ഇത് എന്താ കൃത്യമായിട്ട് അതുപോലെ തന്നെ റെലവന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വിഷയം. നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം, വളരെയധികം നമ്മെ സ്വാധീനിക്കുന്ന ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ നമുക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ്, ചർച്ചയിൽ വന്നൊരു കാര്യമാണ്, ചിന്തയിൽ വന്നൊരു കാര്യമാണ്. നമ്മുടെ കൂട്ടത്തിലേക്ക് ആളുകൾ വേർപെട്ട് വരുന്നില്ല. വാസ്തവമായ ഒരു കാര്യമാണ്, നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വിഷയമാണ്. സുവിശേഷം പറയുമ്പോൾ കർത്താവിനെ അംഗീകരിക്കുവാൻ തയ്യാറുള്ള ആളുകളുണ്ട്, അംഗീകരിക്കുന്നുണ്ട്, ഏറ്റുപറയുന്നുണ്ട്. പക്ഷെ കർത്തൃത്വം സ്വീകരിച്ച് മുഴുവനായി കീഴ്പ്പെട്ട് ധൈര്യത്തോടുകൂടെ മുൻപോട്ട് വരുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ പ്രായമുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, എനിക്ക് അത്രയ്ക്ക് എത്തില്ല, ബുദ്ധിയില്ല. അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, ഞാൻ പ്രായമായി ക്ഷീണമായി എനിക്ക് എത്തില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, ഞാൻ മുഴുവനായിട്ട് അംഗീകരിക്കും. പക്ഷെ എനിക്ക് അതിനോട് കൂടെ വരാനുള്ള അത്രമാത്രം എനിക്ക് എന്തില്ല, ബുദ്ധിയില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ വേർപാട് നാം ആവശ്യപ്പെടുന്നത് എവിടെ നിന്ന്? ആ അവസ്ഥയിൽ നിന്ന് മുൻപിലേക്ക് വേർപെടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നാം നിൽക്കുന്നത്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരുവൻ വേർപെട്ട് നമ്മുടെ മധ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് അവൻ ഇവിടെയും വേർപെട്ടവനായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആശയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു വ്യക്തി കൃത്യമായിട്ട് വചനം മനസ്സിലാക്കി വേർപാട് പാലിച്ച് ഈ സഭയെ അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ, സിയോൻ സഭയെ കുറ്റം പറയുവാൻ ശ്രമിക്കുകയല്ല, നമ്മുടെ മധ്യത്തിലേക്ക് വന്നാലും അദ്ദേഹം ആരായിരിക്കും? വേർപെട്ടതായിരിക്കും. കാരണം എന്താ? നാം എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? നാം ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നാം ലോകത്തിലേക്ക് അനുരൂപമായി കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഇടയിൽ വന്നാലും അദ്ദേഹം ആരായിരിക്കും? വ്യത്യസ്തനായ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള മനുഷ്യനായിട്ട് തീർന്നിരിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ, അദ്ദേഹം എന്തിൽ നിന്നാണ് വേർപെടുന്നത്? വേർപെട്ട് എങ്ങോട്ടാ പറയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ലോകം നമ്മെ ശരിയായ നിലയിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ മാത്രം പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു വിഷയമാണ്. അപ്പോൾ
ലോകം നമ്മെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. ലോകത്തിന് ആ കാലഗതികളും വിഗതികളും അനുസരിച്ച് അനുരൂപപ്പെട്ടുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ പലപ്പോഴും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെയും നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഉന്നതമായ ലക്ഷ്യം ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണെങ്കിൽ തീർച്ചയായും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും മാറ്റം സംഭവിക്കും. പ്രാധാന്യത്തിന് വളരെ വ്യക്തമായ മാറ്റം സംഭവിക്കും. പക്ഷെ പലപ്പോഴും നാം മെച്ചമായ ഒരു ജീവിതവും കൃത്യമായ മുൻപോട്ട് പോകുവാൻ കഴിയുന്ന അല്ലലില്ലാത്ത ഒരു ജീവിതത്തെയാണ് നാം എപ്പോഴും ചെയ്യുന്നത്, കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെന്തൊക്കെ നാം കോംപ്രമൈസ് ചെയ്യണമോ അതിനൊക്കെ തയ്യാറായി കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, ലോകം നമ്മെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ഈ പ്രാർത്ഥന ഇന്നും ആവശ്യമുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നാം ഒരുമിച്ച് കൂടി വരുമ്പോൾ നമ്മിൽ കുറവുകളുണ്ട് ദൈവമേ, ഞങ്ങളിൽ കുറവുകളുണ്ട് ദൈവമേ, വിശ്വാസ സമൂഹത്തിൽ കുറവുകളുണ്ട് ദൈവമേ, ഞങ്ങൾ തന്നെ ദൈവസന്നിധിയിൽ വീഴുന്നു. എന്തിനു വേണ്ടി? ഈ ലോകം ഞങ്ങളെ സ്വാധീനിക്കാതെ, ഈ ദോഷപ്രവർത്തിക്ക് വനിതയാകാതെ, ലോകത്തിന്റെ ദോഷം എന്നിൽ കടന്നു വരുവാനിടയാകാതെ ദൈവസന്നിധിയിൽ വീണ് ആ ദോഷത്തിൽ നിന്ന് വേർപെട്ടവരായി ആ റോമായർ 12:1 പറയുന്നത് പോലെ മനസ്സുബുദ്ധി രൂപാന്തരപ്പെട്ടുള്ള ഒരു ജീവിതം ജീവിക്കുവാൻ എന്നും യാഗമായി ദൈവസന്നിധിയിൽ നിൽക്കുന്ന ആരാധകനായിട്ട് തീരുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടത്. ഇന്ന് രാത്രിയും ദൈവം നമ്മെ പ്രാർത്ഥിക്കാനായിട്ട് അനുവദിക്കട്ടെ. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജഡത്തിന്റെ പ്രവൃത്തികൾ നമ്മെ സ്വാധീനിക്കാം. പലപ്പോഴും ആ നിലയിൽ പ്രവർത്തിക്കുമ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഞാൻ ക്രൂശിക്കപ്പെട്ടവരാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ നിലയിൽ പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കണം. കുറവുകൾ ഇല്ലാത്തവരല്ല നമുക്കറിയാം. പക്ഷേ നമ്മെ കുറവുകൾ പരിഹരിക്കുവാൻ കഴിയുന്നവരോടാണ് നാം പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാൻ ഇടയായിട്ട്. അത് മാത്രമല്ല, ഇത് ധാരാളം ഉപദേശങ്ങളാണ് കടന്നു വരുന്നത്. ഇതും എനിക്ക് പറയാൻ കഴിയുന്നത്, ഞാൻ സുവിശേഷം പറയാൻ പോകുമ്പോൾ തന്നെ ഒരു 15 വയസ്സുള്ള ഈ കാര്യം പറയുന്നത് കുറച്ചുകൂടെ നമുക്ക് വ്യക്തത വരാനാണ്. 15 വയസ്സുള്ള ഒരു ഭാര്യയെ ആ പിതാവിനോട് ആ സുവിശേഷം പറയുന്നത്. പക്ഷേ ഈ ഭാര്യ പിടുന്നരെയാണ് ഓടി വന്ന് നിൽക്കുകയും തന്റെ ഉള്ളിൽ കുറെ ചോദ്യമുണ്ട് എന്നുള്ളത് തന്റെ കണ്ണ് ഓടുമ്പോൾ മനസ്സിലാക്കുക. കണ്ണ് ഇവിടെ നിന്ന് അങ്ങോട്ടോടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും താൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പറയുന്നതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് താൻ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. അതിലൊരു ചോദ്യം നിങ്ങളുടെ ചിന്തിക്കുകയാണെങ്കിൽ പറയാം. ആ ചോദ്യം ഇങ്ങനെയാണ്: കർത്താവിനോട് പാപം ചെയ്താൽ ക്ഷമിക്കുമെന്ന് പറയുന്നുണ്ട്, എന്നാൽ പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്ന പാപം ക്ഷമിക്കുകയില്ല എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അതേതാണ് പാപം? ഇതാണ് ചോദ്യം. ഏതാണ് പാപം? അപ്പോൾ ആ കാര്യം കൃത്യമായിട്ട് വിശദീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കൃത്യമായിട്ട് ബൈബിളിൽ അത് രേഖപ്പെടുത്തിയിട്ടുള്ള കോൺടാക്ട് നമുക്കറിയാം. അപ്പോൾ ഈ ചോദ്യം വരുന്നത് കേവലം 15 വയസ്സുള്ള നോൺ ബിലീവേഴ്സ്, നമ്മൾ ബിലീവർ അല്ല, നാമധായ വിശ്വാസികൾ എന്ന് പറയുന്നത് ആരെയും കടന്നു വരുന്നത്. പക്ഷേ ഈ 15 വയസ്സുള്ള ഈ ഭാര്യ ഇതുവരെ പറഞ്ഞത് അപ്പുറത്തേക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഇത് എവിടുന്ന മനസ്സിലാക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടുന്ന ചോദിച്ചപ്പോൾ ഞാൻ യൂട്യൂബ് നോക്കിയാൽ ഇതൊക്കെ പഠിക്കുന്നത്. നമുക്കറിയാം യൂട്യൂബിന്റെ അതിപ്രസരം ഒരു വശത്ത് നല്ലതാണ്, നമുക്ക് വചനം കേൾക്കുന്ന അവസരമുണ്ട്. അതേ സമയം തന്നെ എന്തുണ്ട്? വലിയൊരു കെണിയും കൊണ്ടുവച്ചിട്ടുണ്ട്. തെറ്റായ ദിശയിൽ സഞ്ചരിക്കുവാൻ പ്രേരിപ്പിക്കുന്ന വലിയൊരു കെണി കൊണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ അടുത്തൊക്കെയാണെങ്കിൽ നമുക്കറിയാം പലപ്പോഴും പാട്ടുകൾ എന്ന് പറയുന്ന വിഷയത്തെ തന്നെ വിശദീകരിച്ച് പറയുന്ന പല വീഡിയോസ് നമുക്ക് കണ്ടു കാണും. എങ്ങനെയും ആസ്വദിക്കാം, എങ്ങനെയും പാടാം. ഇതൊക്കെ എന്താ? ദൈവത്തെ ആരാധിക്കുന്ന ചില ഘടകങ്ങൾ, ദൈവത്തെ ആരാധിക്കുന്ന ചില. നോക്കുക, നമ്മെ എന്ത് സ്വാധീനിച്ചിട്ടുണ്ട്? ലോകം സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മെ എന്ത് സ്വാധീനിക്കുന്നുണ്ട്? ജഡം സ്വാധീനിക്കുന്നുണ്ട്. നമ്മെ എന്ത് സ്വാധീനിക്കുന്നുണ്ട്? ഇങ്ങനെയുള്ള ദുരുപദേശങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ മധ്യത്തിൽ തന്നെ ഇത് സംഭവിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുവാൻ ആവശ്യമുണ്ട്. മറ്റു വാക്ക് ഞാൻ പറയുവാൻ ശ്രമിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത വാചകത്തിൽ ഇങ്ങനെ 9ാമത്തെ വാക്യത്തിൽ ആ കാര്യം, അടുത്തൊരു കാര്യമാണ് പറയുന്നത്. ഞാൻ പറയാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നതിന്റെ വാക്ക് മാത്രം പറഞ്ഞു പോകാം. 2 Corinthians 13:9 പറയുന്നത്, നിങ്ങളുടെ യഥാസ്ഥാനത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഡേവിസേട്ടൻ വന്നിട്ടുണ്ട്, അതുപോലെ പലരുമുണ്ട്. ഡേവിസേട്ടൻ അല്ലെങ്കിൽ പലരോട് ചോദിച്ചാൽ അറിയാം മുൻപ് എങ്ങനെയായിരുന്നു, അതുപോലെ ഇപ്പോഴായോ ചോദിച്ചാൽ എന്ത് പറയും? ആയിട്ടില്ല, ആയിക്കൊണ്ടിരിക്കും. എന്തായിരുന്നു? മുൻപ് ആരോഗ്യമുള്ളവരായിരുന്നു, ഇപ്പോൾ ആരോഗ്യമുള്ളവരാണ്. എന്നാൽ ഇപ്പോൾ വീണ്ടും ആരോഗ്യത്തിലേക്ക് കടന്നു വരും. ഇതാണ് യഥാസ്ഥാനം എന്നുള്ള വാക്കിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ പൂർവ്വസ്ഥിതിയിലേക്ക്, ആരോഗ്യമുള്ള പഴയ സ്ഥിതിയിലേക്ക് മടങ്ങി വരിക. ഈ അവസ്ഥയ്ക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കുന്നു? പൗലോസ് കൊരിന്ത്യരുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാരണം നമുക്കറിയാം കൊരിന്ത്യർ എങ്ങനെയുള്ളവരാണ് എന്നുള്ളത്. നമുക്ക് 1-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായവും 2-ാമത്തെ ലേഖനം 8-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വിശ്വാസത്തിലും പരിജ്ഞാനത്തിലും സ്നേഹത്തിലും ഒക്കെ മുൻപിൽ നിൽക്കുന്നവരാണെന്ന് എഴുതിയിട്ടുണ്ട്.
പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കാം. പൗലോസിന്റെ മനോഭാവം അവിടെ പറയുന്നത്, ഞങ്ങളെ നിങ്ങൾ പരിഗണിച്ചില്ലെങ്കിലും, ഒറ്റവാക്കിൽ പറയുകയാണ്, ഞങ്ങളെ നിങ്ങൾ പരിഗണിച്ചില്ലെങ്കിലും അംഗീകരിച്ചില്ലെങ്കിലും നിങ്ങൾ നന്മ ചെയ്യുന്നവരും അതുപോലെ തന്നെ യഥാസ്ഥാനപ്പെട്ട് പരിപൂർണതയിലേക്ക് എത്തിച്ചേരുന്നവരുമായി തീർന്നാൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. എന്നെ പരിഗണിക്കണം എന്നുള്ളതല്ല എന്റെ ഇച്ഛ എന്നത് ഈ വായിച്ച 2 വാക്യങ്ങളിലും അവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ സാരം മനസ്സിലായി വിചാരിക്കുന്നു. നമ്മുടെ ആഗ്രഹമോ നാം പരിഗണിക്കപ്പെടുവാനുമല്ല പ്രാർത്ഥിക്കേണ്ടത്. പലപ്പോഴും ഞാൻ അങ്ങനെ കേൾക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മളൊക്കെ പരിഗണിക്കുമ്പോൾ നമുക്കറിയാം, പലരും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് മറ്റുള്ളവർ പ്രീതി സമ്പാദിക്കുന്ന ഒരു സംവിധാനമുണ്ട് നമ്മുടെ ഇടയിലുള്ള ഒരു വിഷയം. പക്ഷേ ഞാൻ പറയട്ടെ, പരിഗണിക്കാത്തവരെ കുറിച്ച്, ആഗ്രഹിക്കാത്തവരെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിച്ച് എന്തു പ്രാർത്ഥിക്കുന്നു? ഏറ്റവും ഉന്നതമായ നിലയിൽ അവർ എത്തിച്ചേർന്ന ആഗ്രഹത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് ഓർക്കുക, നാം ദൈവസന്നിധിയിൽ കുട്ടികളെ വളർത്തുമ്പോൾ, അല്ല, നമ്മുടെ ഹൃദയങ്ങളെ താഴ്ത്തുമ്പോൾ, നമ്മുടെ തലകളെ താഴ്ത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടെങ്കിൽ സംഭവിക്കുകയും ഒരു തിരുത്തൽ ആവശ്യമാണെന്നുള്ളത് വീഴ്ച സംഭവിക്കാതെ ഒരു ആരോഗ്യമുള്ള സ്ഥിതിയിൽ നാം എത്തിച്ചേരുവാൻ ആഗ്രഹത്തോടു കൂടെ പ്രാർത്ഥിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മാനത്തിനായിട്ട്, നമ്മുടെ സ്ഥാനത്തിനായിട്ട് പകരം ദൈവത്തിന് ഇഷ്ടമായതുകൊണ്ട് അത് സംഭവിക്കുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓർത്തതുപോലെ പ്രത്യേകമായി പറഞ്ഞിരിക്കുക, ഞങ്ങൾ എന്നുള്ളത്, അല്ലെ, ഞങ്ങൾ. പൗലോസ് പറഞ്ഞത് ഞങ്ങൾ. പലപ്പോഴും നമ്മുടെ സഹോദരൻ വിസ്മരിച്ചു പോകുന്ന ഒരു വിഷയമാണ്. കൂട്ടായ പ്രാർത്ഥന പലപ്പോഴും സംഭവിക്കും. വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട്, ഒരുപക്ഷെ സഭയായിട്ട് പ്രാർത്ഥനയുണ്ട്. അതല്ലാതെ വ്യക്തിപരമായ ഹൃദയങ്ങൾ ഒന്നു ചേർന്നുള്ള പ്രാർത്ഥനയ്ക്ക് വളരെയേറെ പ്രാധാന്യം എന്ത് കൊടുക്കുന്നുണ്ട്? വേദപുസ്തകം കൊടുക്കുന്നു. അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മുടെ ഹൃദയം, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. നമുക്കൊരു മാറ്റം സംഭവിച്ച് കൃത്യമായ ആരോഗ്യമുള്ള ജീവിതം ദൈവം